ഡാഡി ഉണ്ടോ വീട്ടില്? ഇല്ല. ഓഫീസിൽ നിന്ന് വന്നില്ലേ? എന്നേക്കാ മുൻപ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ആളല്ലോ. സോഫിയ എവിടേക്കാ? മാർക്കറ്റിലേക്ക്. സന്ധ്യയ്ക്ക് ഞാനങ്ങ് വരുമെന്ന് പറഞ്ഞത്. ആരാ ഇയാള്? ഡാഡിയുടെ കൂടെ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ആളാ, വക്കച്ചൻ. അങ്ങ് അവിടെയാ താമസിക്കുന്നത്. ഇപ്പൊ നേരെ ചെന്ന് പറഞ്ഞു കൊടുക്കും. എന്താ നമ്മളിവിടെ കണ്ടോ? പറഞ്ഞാലെന്താ? നമ്മൾ നെയ്ബേഴ്സ് റോഡിൽ വെച്ച് കണ്ടു, സംസാരിച്ചു പറയുന്നോണ്ട് എന്താ തകരാറ്? ഡാഡി എന്താ വഴക്ക് പറയോ? വഴക്ക് മാത്രമല്ല, ചിലപ്പോ തല്ലുകയും ചെയ്യും. ഡാഡിക്ക് എന്താ സോഫിയോട് ഇഷ്ടക്കുറവുണ്ടോ? എലിസബത്തിനോട് വലിയ വാത്സല്യമൊക്കെ കാണിക്കുന്ന ആണല്ലോ. പഠിക്കാൻ പിടിക്കായിട്ടും സോഫിയെ മാത്രം പഠിപ്പിക്കാതെ, ഇന്റർവ്യൂ കാർഡ് വന്നിട്ട് അതൊന്ന് പറയുക പോലും ചെയ്യാതെ. അങ്ങനെ എന്റെ ഡാഡി അല്ല. എന്ന് പറയുമ്പോ എലിസബത്തിന്റെ ഡാഡി അത്. സോഫിയുടെ വളർത്തച്ഛൻ, രണ്ടാനച്ഛൻ. മമ്മി? മമ്മി എന്റെ കൂടെ മമ്മിയാ. അപ്പോ മമ്മിയുടെ സെക്കൻഡ് മാരേജ് ആണത്? കുട്ടിയുടെ ഫാദർ ഇപ്പൊ കൊച്ചിയിലുണ്ട്. വലിയ ഫേമസ് ഡോക്ടറാ, ഡോക്ടർ ജേക്കബ് ജോൺ. സൊസൈറ്റിയിലെ വലിയ ആളാ. സോഷ്യൽ ഏരിയയായ ഭാര്യയും 2 മിടുക്കന്മാരെ ആൺമക്കളൊക്കെ ആയിട്ട്. അദ്ദേഹത്തിനിപ്പോ ഞാൻ ബാച്ചിലർ ഡേയ്സിന്റെ ഒരു കൊച്ചു അബദ്ധം മാത്രം. അദ്ദേഹം മമ്മി മാരി ചെയ്തിരുന്നില്ലേ? വിവാഹം കഴിച്ചോളാന്ന് വാക്കുകൊടുത്തിരുന്നു. ഒരു നഴ്സിംഗ് സ്റ്റുഡന്റും ഹൗസ് സർജനും തമ്മിലുള്ള ലവ് അഫെയർ. എനിക്ക് 3 വയസ്സാവുന്നവരെ അദ്ദേഹം വേറെ കെട്ടിയില്ല. പിന്നെ കാണാറുണ്ടോ സോഫി അദ്ദേഹത്തിനെ? ഒരിക്കൽ മാത്രം, 6-7 വയസ്സുള്ളപ്പോ. മമ്മി കാണിക്കാൻ കൊണ്ടുപോയതാ. ഇനി കാണുകയില്ല എന്ന് അന്ന് തീരുമാനിച്ചു. ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് അന്നത്തെ ഇൻസൾട്ട് പോയിട്ടില്ല. ഈ പോൾ പൈലോക്കാരൻ എങ്ങനെയാ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന്? ഡീറ്റെയിൽസ് അമ്മച്ചിക്ക് തന്നെ അറിയൂ. അമ്മച്ചി കുറച്ചുകാലം വൈശാഖിൽ വർക്ക് ചെയ്തിരുന്നു. ഞാനും ഉണ്ട് അന്നൊപ്പം കുട്ടിയായിട്ട്. ഇയാളൊന്ന് വൈശാഖിലായിരുന്നു. പുള്ളി നേരത്തെ വേറെ കെട്ടിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, അതാണല്ലോ അയാളുടെ ഒരു ട്രംപ് കാർഡ്. എന്നെ അമ്മച്ചി സേവ് ചെയ്യാൻ വേണ്ടിട്ട് ഏതോ വലിയ ത്യാഗം ചെയ്തു എന്നാ അയാളുടെ ഭാവം. എന്ത് തോന്നിയാസിനുള്ള ഒരു ക്ലെയിമും അതാ. ഞാൻ പോട്ടെ. ഇതൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കരുത്. ഞാനിത് ആരോടെങ്കിലും പറഞ്ഞെന്നറിഞ്ഞാൽ അങ്ങേർക്ക് ഭയങ്കര ദേഷ്യമാ. പിന്നെ എല്ലാരും വല്ലാതെ ഉപദ്രവിക്കും. ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. ഇന്ന് പോവോ? മിക്കവാറും. എപ്പോഴത്തെ മാതിരി പാതിരിക്കാ പോണത്? ചിലപ്പം ഇന്ന് പോവില്ല. റോസി, റോസി, റോസി. എന്താ? വന്നോ? നീ എവിടെ വന്നിക്ക്? എവിടെ എവിടെ? നൈറ്റ് ഡ്യൂട്ടി ആയിട്ട് നീ എന്താ ഇന്ന് ഡ്യൂട്ടിക്ക് പോവാഞ്ഞേ? ഞാനിന്ന് ലീവ് എടുത്തു. എന്താണ് ഞാൻ ചോദിക്കുന്നേ? എനിക്ക് നല്ല സുഖമില്ലായിരുന്നു. ഓഹോ, ഇപ്പൊ അസുഖമൊന്നുമില്ലല്ലോ. ഇപ്പൊ നിനക്ക് അസുഖം വല്ലതും ഉണ്ടോന്നാ ചോദിച്ചേ? ഇല്ല. ഇല്ലല്ലോ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ശരി. എന്തിനാ ഇനി ഇങ്ങനെ വിമിഷ്ടപ്പെട്ട് വലിച്ചു കയറ്റുന്നത്? സന്ധ്യക്ക് തുടങ്ങിയതാ. വക്കച്ചനെ നിനക്കറിയില്ലേ? എന്നും കാണുന്നതല്ലേ? അങ്ങനെ അറിയുന്ന കാര്യം അല്ലേ പറഞ്ഞത്. വക്കച്ചന് ഈ വീടുമായിട്ടുള്ള ബന്ധം നിനക്കറിയില്ലേ? ബന്ധമൊന്നും ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. വേണ്ട, പക്ഷെ ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ് വക്കച്ചൻ എന്ന് നിനക്കറിയാമല്ലോ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട്, എല്ലാ കഥകളും മനസ്സിലായിക്കൊണ്ട് നമ്മുടെ വീടുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ തയ്യാറായി വന്നിട്ടുള്ള സൽസ്വഭാവിയായ ചെറുപ്പക്കാരനാണ് വക്കച്ചൻ. ആ വക്കച്ചന് വിഷമം ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ ആരും പെരുമാറാൻ പാടില്ല. മനസ്സിലായോ? അല്ല, ഞാൻ വിഷമമുണ്ടെന്നല്ല. അവിടെ വേണ്ടത്.
സോഫിയ, മോളെ സോഫി, നീ പോകാൻ പാടില്ല. നീ ഇവിടെ നിൽക്കണം. ഇവിടെ. അവിടെ. സോഫിയ, എടി സോഫി. നിന്നെപ്പറ്റി വക്കച്ചനൊരു പരാതിയുണ്ട്. പറയടോ. പരാതി ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. തനിക്ക് പറയാൻ നാണം അല്ലേ? അതങ്ങനെ കെട്ടുന്നതിന് മുമ്പ് എല്ലാ ആണുങ്ങൾക്കും അങ്ങനെ. ഞാനും അങ്ങനെ ആയിരുന്നു. കെട്ടാൻ ആശയമുള്ള പെണ്ണിനെ പറ്റി പരാതി സങ്കടമൊക്കെ ഉണ്ടേലും അത് പറയല. നിന്നെ ഇന്ന് വക്കച്ചൻ കാണരുതാത്തൊരു ചുറ്റുപാടിൽ വെച്ച് കണ്ടു. അത് വക്കച്ചന് മനോവിഷമുണ്ടാക്കി. അതെന്തിനങ്ങനെ അവിടെ വെച്ച് കാണാൻ ഇടയുണ്ടാക്കി? കാണാൻ പാടില്ലാത്ത ചുറ്റുപാടിലൊന്നും അല്ല കണ്ടത്. അല്ലേ? നീ ഒരുത്തനുമായിട്ട് പൊതുവഴി ശൃംഖരിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടാണോ വക്കച്ചൻ കണ്ടത്? അല്ല, പിന്നെ ഞാനൊരാളുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. ആരുമായിട്ട്? ഒരാളുമായിട്ട്. അതാരുമായിട്ടാണെന്ന്? ആ വീട്ടിലെ ഒരാളുമായിട്ട്. അവൻ നിനക്കാര്? ആരുമല്ല, റീതാമായുടെ മകനാ. അത്ര എനിക്കറിയാവൂ. എന്നിട്ട് അങ്ങനെ ഒരുത്തന്റെ മുമ്പ് വെച്ച് വക്കച്ചനോട് നീ അവമര്യാദയായിട്ട് പെരുമാറിയത് ശരിയായോ? വക്കച്ചൻ ചോദിച്ചതിനൊന്നും മറുപടി പറയാതെ നീ അയാളെ അവമാനിച്ചയച്ച എന്തിന്? വഴിയെ പോണവർ ചോദിക്കുന്നതിനെ മറുപടി പറയാൻ അവൾക്ക് മനസ്സിലാത്തോണ്ട്. വഴിയേ പോണോനോ? ഈ വക്കച്ചൻ വഴിയേ പോണോനോ? ഹ്. നിനക്ക് വക്കച്ചൻ ചോദിക്കാനൊന്നും മറുപടി പറയാൻ വയ്യ. അടുത്ത വീട്ടിലെ ഏതെങ്കിലും വായി നോക്കിയായിട്ട് കുഴഞ്ഞാൽ നിൽക്കാം. എനിക്ക് തോന്നിയൊരു വേണ്ടി ഞാൻ സംസാരിക്കും.